ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറുമ്പി. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പം ഞാൻ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണ് കൂട്ടുകാരെ. എങ്ങോട്ടാണെന്ന് അറിയുമ്പോൾ അടൂരോട്ടാണ് കേട്ടോ. അടൂരിലേക്ക് എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പക്ഷേ വീട്ടിലോട്ടല്ല, എന്നെ കാണുന്നുണ്ടോ? ഇരുട്ടത്താണ്, നല്ല മഴയാണ് കേട്ടോ. വീട്ടിലേക്കല്ല, അമ്മ വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജിലേക്കാണ് ഞാൻ പോകുന്നത്. ആ ഒരു മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻസിൻ്റെ വാർഡനായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ അമ്മ എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ കൂട്ടുകാർ നോക്കിയേ, നല്ല മഴയാണ്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ നല്ല തല്ലിപ്പൊളി മഴയാണ്. അപ്പം മഴയത്താണ് കുറുമ്പി യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് അടൂരെത്തി ഗെയ്സ്. അപ്പോൾ കുറേ നാളുകൾക്ക് കൂടിയാണ് എൻ്റെ നാട്ടിലെത്തി കേട്ടോ. ഭയങ്കര സന്തോഷമായി. എൻ്റെ അടൂരാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടുന്ന് ഞാൻ ബസ് കയറി അമ്മയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അവിടുന്ന് ബസ് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് ആ ഓട്ടോയിലേക്ക് കയറി അടിച്ചു പൊളിച്ചിങ്ങനെ പോവുകയാണ്. മൗണ്ട് സിയൻ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത്, അങ്ങോട്ടാണ് പോകുന്നത്. വളരെ ഹാപ്പിയാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ, അമ്മമാരുടെ അടുത്ത് പോകുമ്പോൾ വളരെ ഹാപ്പിയാണല്ലോ. പിന്നെ ഓട്ടോച്ചേട്ടൻ്റെ അടുത്ത് കുറേ കത്തിയൊക്കെ അടിച്ച് ചളുവാക്കി അടിച്ച് ഇങ്ങനെ നമ്മൾ അവിടെ എത്തി. അത് എന്ത് രസമാണ് അവിടെ കാണാൻ, നല്ല രസമാണ് കേട്ടോ. അടിപൊളി ക്യാമ്പസാണ്. മെഡിക്കലിൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് അവിടെ പഠിക്കാൻ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെടേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് മേഖലയിലാണെങ്കിലും ഓക്കെ, സെറ്റാണ്, പൊളിയാണ്, അടിപൊളി ക്യാമ്പസാണ്. ഓക്കെ, എനിക്ക് അതിനെപ്പറ്റി അറിയാവുന്നത് കൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക. അപ്പോൾ നോക്കിക്കുക, എന്നാ രസമുള്ള അടിപൊളി ക്യാമ്പസാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി അമ്മനെ കണ്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അമ്മയടുത്ത് 32 വയസ്സുണ്ടെങ്കിലും കുഞ്ഞുകളി മാറിയിട്ടില്ല. അമ്മയടുത്ത് ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെയാണ്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുകയാണ്, കളിക്കുകയാണ്. അപ്പനെ ഞാൻ ചിരിപ്പിച്ച് കൊന്നു കേട്ടോ. അത് 2 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ തമാശകൾ പറയും, കളിക്കും, ചിരിക്കും. ഞാൻ കുറേ കുരുത്തക്കേടൊക്കെ കാണിക്കും. എല്ലാവരും അങ്ങനെ തന്നെ. നീ മാത്രമല്ല കുറുമ്പി, ഞങ്ങളിങ്ങനെയൊക്കെ ആയിരുന്നായിരിക്കും നിങ്ങൾ കേൾക്കുന്നവർ വിചാരിക്കുന്നത്. കണ്ടില്ലേ, ഞാൻ ഷൂ ഇട്ട് അമ്മേനെ തോണ്ടാൻ പോവുകയാണ്. അപ്പോൾ അമ്മ എന്നെ അടിക്കാൻ വരികയാണ്. അങ്ങനത്തെ കുറച്ച് കുറുമ്പുകളൊക്കെയാണ്. അതാണല്ലോ കുറുമ്പി. ചിരിക്കുന്നുണ്ട്. അപ്പം അമ്മ ചോദിക്കുന്നുണ്ട്, നീ വീഡിയോ പിടിക്കുന്നുണ്ടോടി? ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അമ്മേനെ ഇങ്ങനെ തോണ്ടുകയാണ്, കളിക്കുകയാണ്, ചിരിപ്പിക്കുകയാണ്. കുറേ തമാശകൾ ഇങ്ങനെ പറഞ്ഞു കേട്ടോ. എന്ത് രസം പറയും. ഈ ഒരു നിമിഷങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഓടി വന്നത്. പിന്നെ 2-3 കാര്യങ്ങൾ നേടിയെടുക്കാറുള്ളത്, അതൊക്കെ തേടി എഴുത്തി ഈ കുറുമ്പി. അപ്പോൾ ചിരിച്ച് വീഴുകയാണ് മൈ മദർ. അപ്പോൾ ആള് ഇങ്ങനെ വളരെ സന്തോഷിച്ചു. എനിക്കത് തന്നെയാണ് വേണ്ടത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ, പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരെയൊക്കെ കേട്ടോ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ചേച്ചിമാരൊക്കെ ഇങ്ങനെ എൻ്റെ സ്റ്റുഡൻസൊക്കെ അതുവഴി പോകുന്നുണ്ട്. അപ്പോൾ ഒരു ആൻറ്റി ഓടി വന്ന്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഓടി വന്ന് നിന്ന് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ്, പല ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്, സൂപ്പർവൈസർ, വാർഡനായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരാണ് കേട്ടോ. അപ്പോൾ അവിടെ നല്ല സ്ഥലമാണ്. കുറച്ച് വീഡിയോസൊക്കെ ഞാൻ പിടിച്ചു. ബിൽഡിങ്ങിൻ്റെ സൈഡ് വേസ് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ പിടിച്ചു. അപ്പോൾ അതൊക്കെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മെസ്സ്, കിച്ചൺ, അങ്ങനെ നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ. ഇത് സ്റ്റാഫൊക്കെ സ്റ്റുഡൻസ് എല്ലാം വന്ന് ചിലവഴിക്കുന്ന ഒരു ബസ്സാണ്. ഫുഡ് കഴിക്കുന്ന സ്ഥലം, ചായ കുടിക്കുന്ന സ്ഥലം. അപ്പോൾ എന്നോട് അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാപ്പി വേണോ ചായ വേണോ? ഞാൻ പറയും എന്തെങ്കിലും മതി ഗെയ്സ് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ആൻറ്റിമാരുടെ കൂടെ ചേച്ചിമാരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശയെല്ലാം പറഞ്ഞ് ചിരിച്ചു. പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഒരു പ്രിയപ്പെട്ട ആൻറ്റിയാണ്. എൻ്റെ അമ്മയുടെ സുഹൃത്താണ്, അമ്മയാണ്, അമ്മയെ പോലെയാണ്, എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ആൻറ്റിയാണ്. വത്സമ്മ എന്ന് പറയും കേട്ടോ. അമ്മയുടെ കൂടെ തന്നെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ കുറേ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് ചിരിച്ച് എൻ്റെ അമ്മയെ സഹിക്കുന്നല്ലോ എന്ന് നിർത്തിയാൽ ചിരിക്കുക ചെയ്തു. പിന്നെ ഞങ്ങൾ ആൻറ്റി ചേച്ചിമാരുടെ കൂടെ എല്ലാം ചായയൊക്കെ കുടിച്ചു കേട്ടോ. ചായ കുടിച്ചു. പിന്നെ ക്രീമുണ്ട് എന്തുവായിരുന്നു, ഞാൻ കഴിക്കാത്തത് കഴിച്ചില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങാൻ വേണ്ടി ഇറങ്ങി. ഞാനും വത്സമ്മൻ്റെയും അമ്മയും കൂടി കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. അവിടെ എല്ലാം ഇങ്ങനെ കറങ്ങി അടിച്ച് എന്ത് രസമാണെന്നറിയോ. വത്സമാൻറ്റി പിന്നെ ഇങ്ങനെ നേതൃത്വങ്ങളൊക്കെ തന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. ഇത് എൻട്രിയാണ്, ഇത് ഓരോ കാര്യങ്ങളാണ്. പാലിറ്റീവ് എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം എന്നെ കൊണ്ട് കാണിച്ച് അവിടെയൊക്കെ ഓരോരുത്തരെല്ലാം സമയം കിട്ടുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണുക. എൻ്റെ പൊന്നെ സഹിക്കത്തില്ല. അവിടെ കണ്ടു കഴിയുമ്പോൾ നമ്മളൊന്നും ഒന്നും അല്ല. കുറേ അമ്മമാർ എന്താ പറയുക, ആരോരും ഇല്ലാതെ അസുഖങ്ങൾ ബാധിച്ച് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ. അപ്പോൾ അതിൻ്റെ അകങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ച് നോക്കിയൊക്കെ കാണിച്ച് നല്ല രസമാണ് കേട്ടോ. നല്ല വിശാലമായ വൃത്തിയുള്ള അടിപൊളി സൂപ്പർ പ്ലേസാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതൊക്കെയാണ് നമ്മളുടെ മൗണ്ട് സിയൻ എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൻ്റെ ഉൾവശം. അപ്പോൾ പുറത്തൊക്കെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് നേരം നടന്നു.
അമ്മയുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒരുപാട് പേരെ കണ്ട് പരിചയപ്പെട്ടു. പിന്നെ കുറച്ചധികം വീഡിയോസൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല. ഒരുപാട് കോമഡികളൊക്കെ നടന്ന കുറേ സംഭവങ്ങളുണ്ട്, അതൊന്നും നടക്കാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ ഇങ്ങനെ നടക്കുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഇതിൻ്റെ ആ മെയിൻ വശമാണ്, മെയിൻ ഫ്രണ്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മക്കൾക്കോ ഇങ്ങനെ സ്റ്റുഡൻസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ വഴി ബന്ധപ്പെട്ടാൽ മതി. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻട്രി കാര്യങ്ങൾ. നല്ല ക്യാമ്പസാണ്, വളരെ മനോഹരമാണ് കാണാനൊക്കെ. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോവുകയാണ് ലിഫ്റ്റ് വഴി. ജസ്റ്റ് ഓരോ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, വീഡിയോസ് എടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ. പിറ്റേ ദിവസം ഞാനൊന്നും ഇവിടെ അടൂരൊക്കെ പോയി കറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോയി. ഞങ്ങൾ ഓട്ടോയിൽ പോയി, പിന്നെ ബസ്സിൽ കയറി. നല്ലൊരു വൈബായിരുന്നു കേട്ടോ. അടൂരേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അമ്മയുടെ ഒരു വാച്ച് നന്നാക്കാനുണ്ടായിരുന്നു. നന്നാക്കി കഴിഞ്ഞപ്പോൾ അത് എനിക്ക് തന്നു. അമ്മയല്ലേ, അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് കെട്ടി ഗേസ്. നമുക്കതല്ലേ അറിയത്തുള്ളൂ, നമ്മളുടെ അമ്മയല്ലേ. അതുകൊണ്ട് ഞാനത് വാങ്ങിച്ച് കെട്ടി ഓസിൽ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഗേസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഒരു ചായ കുടിക്കാം, അത് വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പോയപ്പം കാണാം നമ്മുടെ റിലേറ്റീവ്സിനെ കണ്ടു. എൻ്റെ ഒരു കസിൻ്റെ വൈഫും മോളുമാണ്. അപ്പോൾ അവരെ കണ്ടു. ഞങ്ങൾ കയറി ഫുഡൊക്കെ അടിച്ച് അവിടുന്ന് വീണ്ടും ഞാൻ തിരിച്ചു വരികയാണ് കേട്ടോ. അപ്പം ആ മുഖഭാവത്തിൽ നിന്നൊക്കെ മനസ്സിലാകും കുറച്ച് വിഷമങ്ങളുണ്ട്. ഇനി പിറ്റേ ഒരു ദിവസം കൂടെ ഉള്ളൂ ഞാനിവിടെ ഇടിയെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാടൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു കുറച്ച് ഓർമ്മകളും വിഷമങ്ങളൊക്കെ വരാൻ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഇഷ്ടപ്പെട്ടോ? വീണ്ടും നമ്മളിങ്ങനെ ബസ്സിലിങ്ങനെ വരികയാണ് കേട്ടോ. ഇത് നമ്മുടെ അടൂരിന് ഡയറക്റ്റ് മൗണ്ട് സീനായിട്ടുള്ള സിയോൺ മെഡിക്കൽ കോളേജിലുള്ള ഞങ്ങൾ വീണ്ടും ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ ബൈ ബൈ, സീ യു.